ഹലോ ഫ്രണ്ട്സ്. ഞാൻ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഈ അടുത്തായിട്ട് കഴിച്ചു. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയ നല്ല മധുരമുള്ളൊരു ഇനമാണ് കേട്ടോ ഇത്. ഇതിനു മുമ്പ് ഞാൻ പലവട്ടം വാങ്ങി കഴിച്ചിട്ടുണ്ട്, വൈറ്റ് അതുപോലെ യെല്ലോ. പക്ഷെ അതൊന്നും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല വൈറ്റിനൊന്നും. പക്ഷേ ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറുള്ള ഈ ഒരു റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഒടുക്കത്തെ ടേസ്റ്റാണ്. നല്ലൊരു മധുരമാണ്. ഓവർ മധുരമല്ല, പക്ഷെ നല്ല ടേസ്റ്റും നമുക്കങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു മധുരമാണ്. ശരിക്കും ഒരു കരിക്കൊക്കെ തിന്നുന്ന ഒരു ഫീല്, കരിക്കിൻ്റെ ഒക്കെ ഉള്ളൊരു ലൈറ്റ് മധുരമില്ല, അതുപോലത്തെ നല്ല രസമുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങളാരും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അഭിപ്രായം കമൻ്റ് ഇട്ടോളൂ. ഇതിൻ്റെ ഏറ്റവും നല്ല രസം എന്ന് പറയുന്നത് ഇതിൻ്റെ കളറാണ്. അടിപൊളി കളറാണ്. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇതിൻ്റെ കളറാവും. പെട്ടെന്നൊന്നും പോവില്ല. നല്ലവണ്ണം കഴുകി കഴിഞ്ഞാലേ പോവുള്ളൂ. കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. പിന്നെ എല്ലാവരും കഴിച്ചു നോക്കുക. ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ തൈയൊക്കെ ഇതെന്താ പറയുക, ഇതിൻ്റെ ആ ഒരു കള്ളിച്ചെടി മോഡലിൽ വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൊമ്പ് നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇലയുടെ ഒരു ഭാഗം മുറിച്ചുകൊണ്ട് നട്ട് കഴിഞ്ഞാലും എവിടെ വേണമെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇത് കായ്ക്കണമെങ്കിൽ കുറച്ച് ഹൈറ്റിലേക്ക് ഇതിനെ പടർത്തി വിട്ടിട്ട് അതിൻ്റെ ഭാഗം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു സിമെൻറ്റ് തൂണിൽ ടയറൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് എല്ലാ ആളുകളും ഇതിനെ പടർത്തി വിടുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ചെയ്യണമെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത തവണ ഇതൊന്ന് നട്ട് വളർത്തണം.